എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP കോഴ്സുകളിലേക്കുള്ള അതായത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന അവസരം നാളെ അവസാനിക്കും. അതായത് ജൂൺ 9-ാം തീയതി അവസാനിക്കുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുക. admission.uc.ac.in/admission എന്നുള്ള പേജ് വഴിയാണ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതിനായിട്ട് ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുള്ള ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട്, എയ്ഡഡ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജുകളുണ്ട്. ഗവൺമെൻറ് കോളേജുകളിലേക്കാൾ ഫീസ് കൂടുതലായിരിക്കും സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലും ഫീസ് കുറവായിരിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസ് വളരെയധികം കൂടുതലായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകൾ നോക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജിലെ ഫീസ് പോലെ തന്നെയായിരിക്കും എയ്ഡഡ് കോളേജിൽ ഉണ്ടാവുക. എന്നാൽ എയ്ഡഡ് കോളേജിൽ സെൽഫ് ഫിനാൻസ് കോഴ്സുകളുണ്ട്. അതായത് ചില കോഴ്സുകൾക്ക് SF എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ സെൽഫ് ഫിനാൻസ് കോഴ്സുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ഫീസ് വളരെയധികം കൂടുതലായിരിക്കും. ഫീസ് കൂടുതൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സെമസ്റ്റർ ടൈപ്പിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോൾ ഉള്ള പരീക്ഷയാണ് സെമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷം, അത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 വർഷം, ഏകദേശം 8 സെമസ്റ്റർ ഉണ്ടാവും. ഈ ഒരു സെൽഫ് ഫിനാൻസ് കോഴ്സുകളാണെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ കോഴ്സുകളാണെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ BCA ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഏകദേശം ഒരു 25,000 തൊട്ട് 30,000 രൂപ അടുത്ത് വരെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഫീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ഫീസ് സ്ട്രക്ചർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. ഫീസ് സ്ട്രക്ചറിൽ കൃത്യമായിട്ട് എത്ര രൂപയാണ് ഫീസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആദ്യം കൊടുക്കുന്നത് ഈ ഒരു ഗവൺമെൻറ് കോളേജുകളിലെ ഫീസായിരിക്കും. അത് വളരെയധികം കുറവായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോഴ്സുകളിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് സെമസ്റ്റർ ഫീസ് വരുന്നത് എന്നത് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്യൂഷൻ ഫീസ് എത്രയാണ് പെർ സെമസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BCA ആണെങ്കിൽ 21,000 രൂപയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾക്ക് എത്ര രൂപയാണ് സെമസ്റ്റർ വൈസിൽ, അത് 6 മാസം കൂടുമ്പോഴാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടി വരിക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വിവിധ വിഭാഗങ്ങളിലായിട്ട് ഓരോ വിഭാഗത്തിനും സ്പോർട്സ് കോട്ട അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളിലൊക്കെ ആയിട്ട് എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ 21,000 രൂപയാണ് ഈ ഒരു BCA കോഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ഫീസ് വരിക. അതുപോലെ തന്നെ എക്സാം ഫീസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഫീസാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇന്ന് വൈകുന്നേരം വരെയാണ് നൽകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലുള്ള, അതായത് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് അറിയണമെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. admission.uc.ac.in/admission എന്നുള്ള പേജിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് 2024 ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സെലക്ട് കോഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് പ്രോഗ്രാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് അറിയേണ്ടത്, അതനുസരിച്ച് നിങ്ങൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ അറിയേണ്ട കോഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഇവിടെ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എക്കണോമിക്സ് ഓണേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സെലക്ട് ഡിസ്ട്രിക്ട്, ഏത് ജില്ലയിലേതാണ് എന്ന് നോക്കുന്നു. ഞാനിപ്പോൾ എല്ലാ ജില്ലയിലെയും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ സെർച്ചിൽ കൊടുക്കുന്നു. അപ്പോൾ സെർച്ച് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇതുപോലെ താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. എയ്ഡഡ് കോളേജുകൾ അതുപോലെ തന്നെ, അതായത് ഓരോ എയ്ഡഡ് കോളേജുകളിലെയും ഞാനിപ്പോൾ എല്ലാ ജില്ലയും സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് എല്ലാ ജില്ലയിലെ ആ ഒരു കോളേജുകളുടെ ലിസ്റ്റും വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ജില്ലയിലേത് മാത്രമേ അറിയേണ്ടതുള്ളൂ എങ്കിൽ ആ ഒരു ജില്ല മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ സ്കൂളിലെയും ഓരോ കോളേജിലെയും ജനറൽ വിഭാഗത്തിലെയും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളിലെയും ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഓരോ കോളേജിലെയും അതുപോലെ ഓരോ കാറ്റഗറി വിഭാഗത്തിലുമുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോളേജിൽ ഏതൊക്കെ വിഭാഗങ്ങളിലാണ് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ജനറൽ വിഭാഗമാണ്, അതായത് എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിലേതാണ്. ബാക്കിയുള്ളത് അതായത് കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റിൽ അഡ്മിഷൻ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ കോളേജിലെയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ഇതുവരെ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ വേണ്ട എഡിറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവസരം നൽകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.